എല്ലാവർക്കും നമസ്കാരം. ഒരു റിക്വസ്റ്റ് വീഡിയോ ആയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ബാച്ചിലേഴ്സ് റിക്വസ്റ്റ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികളുടെ റിക്വസ്റ്റാണിത്. അവരുടെ നെറ്റിമത്തെ മുടിയൊക്കെ പോയിട്ട് നെറ്റി കയറുന്നു, അതായത് ഒരു കഷണ്ടി രൂപത്തിലൊക്കെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് തലയായി മാറുന്നു. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അത് ഒരുപോലെയുള്ള പ്രശ്നമാണ്. മാത്രമല്ല, ചില ആൺകുട്ടികൾക്ക് താടി വളരാനുള്ള ഒരു മരുന്നും കൂടെ വേണമെന്ന് പറഞ്ഞ് ഒത്തിരി നാളായി റിക്വസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയതിന് ശേഷം മാത്രം ഇടാമെന്ന് വെച്ചിട്ടാണ് ഇത്രയും വൈകിയത്. അപ്പോൾ നമ്മളുടെ ഇത് സംഭവം ഇവിടെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നല്ല ഇട തോർന്ന മുടിയും അതുപോലെ നല്ല അടിപൊളി താടി വളരാനുള്ള ഹോം റെമഡി എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടമ്മമാർക്ക് ലക്ഷങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാനുള്ള വഴി പറയാം. യാതൊരു മുതൽ മുടക്കുമില്ലാതെ സ്വന്തമായി ബിസിനസ് ചെയ്യാം. മാത്രമല്ല, മാസത്തിൽ 3 പ്രാവശ്യം ശമ്പളം നേടാം. നിശ്ചിത ജോലി സമയം ഇല്ലാത്തത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും എവിടെയിരുന്നും ജോലി ചെയ്യാം. അതിനായി മീഷോ ആപ്പ് ഇപ്പോൾ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യൂ. മുടികൊഴിച്ചിലിൻ്റെ ആരംഭമായിട്ടാണ് നെറ്റ് കയറാനെ പറയണത്. പക്ഷെ അത് നമ്മൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ മുടിയൊക്കെ പോയി കഷണ്ടിയായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വരാതിരിക്കാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതുപോലെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ മുടി കൊഴിച്ചിലില്ലാതെ ഇടതൂർന്ന മുടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നെറ്റ് കയറൽ തടയാനായിട്ട് സാധിക്കും. മിക്കവരുണ്ടല്ലോ സ്ഥിരമായിട്ട് ഫേസ് വാഷ് ഉപയോഗിക്കുന്നവരാണ്. ഇതിൽ ഒത്തിരി കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് മുഖം കഴുകണ സമയത്തുണ്ടല്ലോ ഇത് നെറ്റിയുടെ അറ്റം വരെ എത്തിയിട്ട് മുടിയിൽ ടച്ച് ചെയ്യും. അന്നേരം മുടിക്ക് ഇത് വളരെ ദോഷമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കഴുകണ്ടെന്നല്ല പറയണത്, അതാ നെറ്റിയുടെ അറ്റം വരെ എത്താണ്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മുടിയുമ്പോൾ ടച്ച് ചെയ്യില്ല. അപ്പോൾ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹോം മെയ്ഡ് ഷാമ്പു അതുപോലെ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതും അതെ മുടി കൊഴിച്ചിലിന് ഒത്തിരി സഹായമാണ്. പിന്നെ ഭക്ഷണത്തിലുണ്ടല്ലോ നമ്മൾ ചില സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ തടയാൻ കഴിയും. അതായത് മുട്ട ധാരാളം കഴിക്കുന്നത് മൂലം നമുക്ക് മുടിക്ക് ആവശ്യമായ എല്ലാ പ്രോട്ടീനും ലഭിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ സി മുടിയുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങ, ഓറഞ്ച്, പേരയ്ക്ക ഇതൊക്കെ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. പിന്നെ മുടിക്ക് ആവശ്യമുള്ള വൈറ്റമിൻ എ ആണ്. അതിനായിട്ട് നമ്മൾ ഇലക്കറികളും മധുരക്കിഴങ്ങും ധാരാളം കഴിക്കണം. മാത്രമല്ല, മത്തി, അയില ഇതിൽ ധാരാളം ഒമേഗ അടങ്ങിയിട്ടുണ്ട്. അതും ഭക്ഷണം ഉൾപ്പെടുത്തി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഒത്തിരി നല്ലതാണ്. പിന്നെ ദിവസത്തിൽ ഒരു 2 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ തടയാനായിട്ട് സാധിക്കും. പക്ഷേ എന്നിട്ടും നമുക്ക് മുടി കൊഴിച്ചിൽ വരികയാണ്, അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞ ഭാഗത്ത് എങ്ങനെ നമുക്ക് മുടി വരാം എന്നുള്ള ഒരു ടിപ്പാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കൊട്ടും അതുപോലെ തന്നെ ആവണക്കെണ്ണയാണ് ആവശ്യം. ഈ ആവണക്കെണ്ണയും കൊട്ടും അത് നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്ന് കിട്ടുന്നതാണ്. ആവണക്കെണ്ണയ്ക്ക് അധികം വിലയൊന്നും വരില്ല, അതുപോലെ കൊട്ടത്തിനും അതെ. അപ്പോൾ നമ്മളിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടിയില്ലാത്ത ഭാഗത്തൊക്കെ മുടി കിളിർത്ത് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ആവണക്കെണ്ണ നമുക്ക് എല്ലാവർക്കും അറിയണതാണ്, മുടി വളരാനും അതുപോലെ തന്നെ മുടി മുളയ്ക്കാനൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ കൊട്ടം കൂടെ ചേർന്നെങ്കിലാണ് അത് പെർഫെക്റ്റായിട്ട് നന്നായിട്ട് കിളിർത്ത് വരുള്ളൂ. ഇതാണ് ആവണക്കെണ്ണ. ഇനി നമുക്ക് കൊട്ടം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കൊട്ടം. ഇത് നമുക്ക് എല്ലാ പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിനത്ര ഉറപ്പൊന്നുമില്ല, നമ്മുടെ കൈകൊണ്ട് പൊടിയണ ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് പൊടിച്ച് ആവണക്കെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് എവിടെയാണ് മുടി പോയത് ആ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് മുടി കിളിർത്ത് വരേണ്ടത് അവിടെ നന്നായിട്ട് പരട്ടിയതിന് ശേഷമായിട്ട് കഴുകി കളയണം. ഇനി ഈ കൊട്ട ഉണ്ടല്ലോ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പീസ് എടുത്തിട്ടുണ്ടല്ലോ ഇതാണ് ഞാൻ പൊടിച്ച് കറക്റ്റാക്കണത്. ഇത്ര മതിയാവും നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഉണക്കി മിക്സിയിലിട്ടിട്ട് പൊടിച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആവശ്യം എടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇത് പൊടിച്ച് വെക്കുക. ആവണക്കെണ്ണയുണ്ട്. നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇതെടുത്ത് തലയിൽ പരട്ടി നേരം വെളിച്ചാകുമ്പോൾ കഴുകി കളഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളായാലും ജോലിക്ക് പോണവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇത് സുഖമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് അമ്മിയിലാണ് ജസ്റ്റ് പൊടിച്ചെടുക്കണത്. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെന്ന് പൊടിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ തരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത്തിരി വേദന എടുക്കും. അതില്ലാതിരിക്കാനാണ് നന്നായിട്ട് പൊടിക്കണം എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് ഒന്നിച്ച് നിങ്ങൾക്ക് മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി. ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കിയാലുണ്ടല്ലോ ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഇത് അത്ര ഉറപ്പൊന്നും ഇല്ലാത്തതാണ്, പക്ഷെ ഞാനിപ്പോൾ ജസ്റ്റ് അമ്മിയിലാണ് പൊടിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യാനുസരണം ആവണക്കെണ്ണ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആവണക്കെണ്ണയുടെ അളവ് കൂടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് നെറ്റിയിലും മറ്റും പറ്റണ സമയത്ത് ഒലിച്ചു പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവരുത്. നല്ല തിക്കായിട്ടിരിക്കണം, അങ്ങനെയുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് രണ്ടും, അതായത് ഇപ്പോൾ ഇത് ഒരു സ്പൂൺ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ആവണക്കെണ്ണ രണ്ടും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളൊന്ന് നോക്കുക, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരട്ടി നോക്കുമ്പോൾ അവിടെ ഒലിച്ചു പോകണില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ പരട്ടിയിട്ട് നമ്മൾ സാധാരണ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ പരട്ടി കിടക്കുക, നേരം വെളുക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി. അതല്ല അങ്ങനെ പരട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പകലൊക്കെ പരട്ടിയിട്ട് എന്തായാലും ഒരു 5-6 മണിക്കൂറെങ്കിലും നമ്മളിത് അവിടെ വെച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളൊരു മാസം അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടികളൊക്കെ കിളിർത്ത് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മളിവിടെ മുടിയൊക്കെ പോയി ചിന്നൊക്കെ കയറിയിട്ടുള്ള ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യാണ്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം കഴുകി കളയണം. അങ്ങനെ നമ്മൾ ഒരു മാസം അടുപ്പിച്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എല്ലാവരുടെയും ചെയ്യേണ്ടത്. ഒരിക്കലും ഒലിച്ചിറങ്ങരുത്, അതൊന്ന് ശ്രദ്ധിക്കണം. അത് ഇത്തിരി തിക്കായിട്ട് വേണം നമ്മൾ എല്ലാ ഭാഗത്തും ഇടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എളുപ്പമാണ് ചെയ്യാനായിട്ട്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന്, അവർക്ക് ഹോസ്റ്റലിലൊക്കെ ഇത് പൊടിച്ച് കൊണ്ടുപോയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നെറ്റിമ മാത്രമല്ല കേട്ടോ, താടി മീശയൊക്കെ കുറവുള്ളവർക്ക് താടിയമേ അതുപോലെ തന്നെ മീശയുടെ അവിടെയൊക്കെ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് മീഷോ ആപ്പ് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യണം. ഇത് തികച്ചും സൗജന്യമാണ്. വേഗമാവട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.